ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക വെച്ചിട്ട് അച്ചാറാണ്, അതായത് ഗൂസ്ബെറി പിക്കിൾ. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് വെള്ളവും ഉപ്പിട്ട് ഒന്ന് ജസ്റ്റ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ: കുറച്ച് കറിവേപ്പില വേണം, കുറച്ച് ചില്ലി വേണം, അതായത് പച്ചമുളക്, പിന്നെ ഗാർലിക്ക് വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി ജിഞ്ചർ കുറച്ച് ഇത്രയും വേണം. ഇതൊക്കെ നമുക്ക് വറുത്താദ്യം എടുക്കണം, എന്നിട്ടാണ് നമ്മളിത് പിക്കിൾ ഉണ്ടാക്കുന്നത്. ഇനി പൗഡേർഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാനൊരു 3 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. ഇത് പിരിയൻ മുളകും കൂടെ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ പിരിയൻ മുളകും ഇടാം. ഇത് മിക്സ് ആയിരിക്കണോണ്ട് ഞാൻ 3 ടീസ്പൂൺ എടുത്തിരിക്കുന്നതാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മതി. പിന്നെ അച്ചാർ പൗഡർ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കുറച്ച് കായംപൊടി, കുറച്ച് ഉപ്പ്, ഇത്രയുമാണ് വേണ്ടത്. പിന്നെ നമുക്ക് കടുക് താളിക്കാനും ഉലുവ താളിച്ചിടാനുമാണ് വേണ്ടത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഉരുളിയിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കടുകും ഉലുവയും ചേർത്തിട്ടുണ്ട്. ഇത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് 3 ചേർത്തിട്ട് നല്ലോണം നമുക്ക് ഫ്രൈ ചെയ്ത് എണ്ണയിൽ നല്ലോണം കരിഞ്ഞു പോകാത്ത വിധത്തിൽ നല്ലോണം നമുക്ക് ഫ്രൈ ചെയ്ത് ഒന്ന് വാടി വന്നാൽ മതി. അധികം ഫ്രൈ ആവണ്ട, ഒരുമാതിരി. കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. നമ്മൾ നെല്ലിക്കയിൽ ഉപ്പിട്ടിട്ടാണ് ബോയിൽ ചെയ്ത് വേവിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. നമ്മൾ എടുത്തു വെച്ചിരുന്ന മസാലകൾ, അതായത് മുളക് പൊടി, മുളക് പൊടി ചേർത്തിട്ടുള്ള മുളക് പൊടിയും, പിന്നെ അച്ചാർ പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കായംപൊടി, ഇത്രയും നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പച്ചമണം പോകുന്ന വരെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെല്ലിക്ക ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ആ തിളപ്പിച്ച വെള്ളവും തിളപ്പിച്ച വെള്ളവും എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നെല്ലിക്ക ഉപ്പിട്ട് തിളപ്പിച്ച ആ വെള്ളവും ചൂടുവെള്ളവും എല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെല്ലിക്ക ഇതിലിരുന്ന് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം, ഈ മസാലയൊക്കെ ജസ്റ്റ് പിടിക്കാൻ വേണ്ടി. പക്ഷേ നമുക്ക് ഇന്ന് കഴിക്കാൻ പറ്റത്തില്ല, നമ്മൾ ഉണ്ടാക്കിയ ഉടനെ കഴിക്കാൻ പറ്റില്ല. ഒരു നാളെയോ മറ്റന്നാളെയോ ആയിട്ട് കഴിക്കണം. ഇത് ഞാൻ മുഴുവനും നെല്ലിക്ക അങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് കണ്ടോ. ഇത് കുറച്ച് നേരം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ നെല്ലിക്ക നല്ലോണം കുക്കായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ ചേർക്കണം. ഈ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ടോ, ഗ്രേവി കണ്ടോ, നല്ല കറക്റ്റായിട്ട് ഇതുണ്ടാവും. നെല്ലിക്കയിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നെല്ലിക്ക തിളപ്പിച്ച വെള്ളം തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് അതിൻ്റെ ഉപ്പും ഇതെല്ലാം കൂടെ ഇതിലേക്ക് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ നല്ലോണം കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇത് കണ്ടോ, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും നമുക്ക്. ഇത് നാളെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നെല്ലിക്ക കുറച്ച് വെള്ളം ഒഴിച്ച് ബോയിൽ ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ടെടുത്താൽ മതി. അത് കഴിഞ്ഞ് നമ്മുടെ ഇതൊക്കെ കൂട്ടൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഈസിയാണ്. കൂടിപ്പോയാൽ 10 മിനിറ്റ് മതി.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.